ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നേഷും അല്ലെ അവരുടെ ഫാമിലി മാറ്റേഴ്സും അതിനെക്കുറിച്ചിട്ടുള്ള ട്രോൾസും അതിനെക്കുറിച്ചിട്ടുള്ള ന്യൂസും ഒക്കെ കാണുന്നുള്ളൂ. അപ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇങ്ങനത്തുള്ള ഫാമിലി മാറ്റേഴ്സ് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തുള്ള വ്ളോഗ്സിനെയോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, അങ്ങനത്തുള്ള സാധനങ്ങളൊന്നും കാണാതിരിക്കുക. ആരുടെയും ഫാമിലി നടക്കുന്ന എന്തെങ്കിലും ഇഷ്യൂസ് കാരണം ഇതൊരു എന്താ പറയുക, അവർ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഫെയിം ആണെങ്കിൽ കൂടി നമ്മുടെയൊക്കെ ഫീഡ്സിൽ ഇങ്ങനെ ആവശ്യമില്ലാതെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തിനാണ് നമ്മളിതൊക്കെ കാണുന്നത്? നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ കയറുമ്പോഴത്തേക്കും ഇവിടെ പ്രശ്നേഷിൻ്റെ കുടുംബക്കാരും അല്ലെങ്കിൽ എന്നെ അവരങ്ങനെ ചെയ്തു, അവരടിച്ചു, എന്നെ ആങ്ങളെ തല്ലി, ഇവർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്തിനാണ് നമ്മളിങ്ങനെ പാടുമായിട്ട് കാണുന്നത്? അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ കാണാതിരിക്കുക, അതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുക, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിക്കുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളോ പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ അവർ ലീഗലി മൂവ് ചെയ്യുക, അവരതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമാണെങ്കിൽ എന്താണ്, അപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാതെ നമ്മളിങ്ങനെ ഇതിരുന്ന് കണ്ട് അവരെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കില്ലെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.